ആരെയും വായിക്കുന്നുള്ളവരൊക്കെ വാങ്ങിച്ചോളി. ₹4. ബാക്കി ബാക്കി പണം വേണ്ടായോ? ബാക്കി മാധവോ, ഞാൻ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ ഇതാരാണെന്ന് അറിയാവോ? ആ, അതൊന്നും വേണ്ട, നിന്റെ അളിയനാ. ആ ആട്ടെ, യശോദ വന്നില്ലേ? യശോദ ഇപ്പൊ വരും. യശോദയുടെ മോനാ കൊച്ചു കള്ളടാ. അമ്മാവനെ കണ്ടോ? ചട്ടമ്പിയാണ്. അളിയെ ഇങ്ങോട്ട് കയറി ഇരുന്നാ. കൃഷ്ണ, നിന്റെ പെങ്ങളുടെയും അളിയന്റെയും വിഷയം പറഞ്ഞ ഒത്തിരി പറയാനുണ്ട്. ഇവനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. എന്നാ ജോലിയില്ലേ? ഉണ്ട്. രാഷ്ട്രീയം. നേരം വെളുത്തു കഴിഞ്ഞാൽ കാര്യം ഉള്ളതിനും ഇല്ലാത്തതിനും എവിടെയെങ്കിലും പോയിരുന്ന് തർക്കിച്ച് ബാക്കുണ്ടാക്കുക. ഇത് നിത്യത്തൊഴിൽ അഭ്യാസം. പിന്നെ നിന്റെ പെങ്ങളുണ്ടല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം ഇവിടുത്തെ വലിയ മകളാണ്. നെയ്ത്ത് കമ്പനി വിട്ടു കഴിഞ്ഞാൽ ഒറ്റ പോക്കാണ് മകളാ സമാജത്തിലേക്ക്. ആ സമയമൊക്കെ വീടും കൊച്ചുമൊക്കെ ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ്. ലൗക്യത്തിൽ നടന്ന കല്യാണമാണെങ്കിലും ചിലപ്പൊക്കെ ചില ഏറ്റുമുട്ടലുകളുണ്ട്. അപ്പൊ ചില തട്ടുമുട്ടൊക്കെ കേൾക്കാം. ഓ, അങ്ങനൊന്നുമില്ല. നീ കാണാനും കേൾക്കാനും ആളായി. വെറുതെ തടി വടക്കാക്കണ്ട, ദൂഷിച്ചോ. അളിയന് കുളിക്കണ്ടേ? ആ, പറഞ്ഞ പോലെ നേരാണ്. നല്ലോണം പച്ചവെള്ളത്തിൽ നീണ്ടു നിവർന്നൊന്ന് കുളിക്ക്. 10 കൊല്ലത്തെ ചൂടില്ലേ തലയില്, അതൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി തലയൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേന് ഞമ്മൊന്ന് പൊരേ പോയിട്ട് വേഗം വന്നല്ല. കൃഷ്ണൻ നോക്കിക്കേ, നമ്മുടെ സാമ്രാജ്യം. നീ ഇവിടുന്ന് പോകുമ്പോ ഞമ്മളും കെട്ടുകളും മാത്രമേ ഉള്ളൂ. ഇപ്പൊ പരിവാരങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്ക്. ആ, നടന്നോട്. കൃഷ്ണൻ കുളിച്ചൊന്ന് ഒരുങ്ങട്ടെ, നമുക്ക് പിന്നെ വരാം. ആ, ബാബാ തെളിച്ച് നടന്നോട്. ഭർത്താനൊക്കെ നമുക്ക് പിന്നെ പറയാം. എല്ലാത്തിനെയും കൂടിയും കെട്ടിവെടുത്തിട്ടുള്ളത്. ചേട്ടാ, 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 ഇതെന്റെ കുഞ്ഞാണ്. മോനെ, മോന്റെ അമ്മാവനാ. എനിക്ക് എവിടെയെങ്കിലും കുറച്ച് ദിവസം താമസിക്കണം, അതിനുവേണ്ടി വന്നതാ. അല്ലേ, ഇത് ചേട്ടന്റെ വീടല്ലേ? ഇവിടെ താമസിക്കാൻ എന്റെ അനുവാദം വേണോ? ചേട്ടൻ നല്ലത് കൊടുത്തോ? നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അതെന്നെ കാത്തിരിക്കണോ? അത് നല്ല കാര്യമായിപ്പോയി. ചേട്ടന് വല്ലതും വേണോ ഇനി? നീ നമ്മൾ പറയുന്നത് കേക്ക്. നീ പോയി ആ ആര്യാജനെ കാണും. അയാളുടെ കീഴിലല്ലായിരുന്നാ നിനക്ക് മുമ്പ് പണി. ഇപ്പൊ ഒരു ജോലി തരാം. ആർക്കും എന്നോട് എന്തും പറയാം, പക്ഷെ പെണ്ണുങ്ങളെ പറ്റി മാത്രം എന്നോട് പറഞ്ഞു പോകരുത്. യശോദയെ തന്നെ ഞാൻ രക്ഷിക്കുന്നത് അവന്റെ പെങ്ങളായതുകൊണ്ടാണ്. സ്ത്രീ എന്ന സാഹചര്യത്തിനെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് ആ ഓർമ്മ വരും. ഞമ്മളും കെജോനാണ്. പെണ്ണും പിടക്കൊയ്യൊക്കെ നമുക്കുണ്ട്. ഒരുപാട് മക്കളുണ്ട്.
ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചല്ലേ കൊടുക്കണത്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പെണ്ണുങ്ങളെ എന്റെ മുമ്പിൽ വെച്ച് ന്യായീകരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ആരാത്? നമ്മുടെ കൃഷ്ണൻ. കൃഷ്ണ, കഴിഞ്ഞ് ഇനിയെങ്കിലും ചൊവ്വ നേരം ജീവിക്കാൻ നോക്ക്. എനിക്ക് എന്തെങ്കിലും ജോലി വേണം. ജോലിയാ? അതാ നിൽക്ക. നിന്റെ മേൽനോട്ടത്തിന് ഞമ്മളെ കൊണ്ട് കഴിയൂല കൃഷ്ണ. ഓ, ഇവന് പറ്റിയ പണി എന്തെങ്കിലും ഉണ്ടാ? ഉണ്ടോന്ന് ചോദിച്ചാല് ഇപ്പൊന്നും കാണില്ല. കൃഷ്ണ, വരുന്ന ഞായറാഴ്ച നമ്മുടെ മോന്റെ കല്യാണാണ്. മുസ്തഫാനെ കൃഷ്ണ അറിയൂല്ലേ? അറിയാം. പന്തലിന്റെ പണി നിന്നെ അങ്ങനെ ഏൽപ്പിച്ചു തന്നാലാ. സാധനങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാല് ഇബ്രാഹിം കുട്ടിയോട് പറഞ്ഞാ മതി. എന്താ കേൾക്കുന്നോ? കേൾക്കണ്ടേ? എന്നാ നാളെ ഈ നേരത്ത് ഇങ്ങോട്ട് വാ. ഇപ്പൊ പോയിക്കോ. അതെ, ഈ പണിക്ക് ഈ നാട്ടിൽ വേറെ ആളെ കിട്ടാനിട്ടാണ്. അവൻ അവന്റെ കെട്ടുകളെ കൊന്നേ. ആ നേരത്ത് ഞമ്മളായാലും എന്തെങ്കിലും എന്താ ചെയ്തു പോകും. പക്ഷേ അയാളൊരു കത്തിയും തിരിയാവില്ല ഇപ്പോഴത്തെ നടപ്പ്. കത്തിയല്ലേ, മൂച്ചുള്ളതല്ലേ, ആരുടെ കയ്യിലിട്ടാലും പേടിക്കണ്ടേ. അതും ഒരുത്തിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടു കിടക്കണം. ഇതൊന്നും ഉണ്ടാകരുത്. സഹോദരികളെ, നാൾക്ക് നാൾ നമ്മുടെ നാട്ടിൽ വർഗീയത വളർന്നു വരുന്നു. മനുഷ്യൻ പരസ്പരം വെറുക്കുന്നു, അടിക്കുന്നു, കൊല്ലുന്നു. ഗുരുദേവന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശമല്ലാതെ മറ്റൊരു പോമഴിയും നമുക്കില്ല. ഈ നാടിന്റെ തിരകളിൽ നമുക്ക് ഈ സന്ദേശം എത്തിക്കണം. അതിനായി പ്രത്യേകം രചിച്ച ഗാനമാണ് ഞാൻ പാടിത്തരാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഏറ്റുപാടണം. ലോകത്ത് രണ്ട് ജാതികളേ ഉള്ളൂ. ഒന്ന് ഉള്ളവരും ഇല്ലാത്തവരും, ചൂഷകരും ചൂഷിതരും. മറ്റെല്ലാ വിഭാഗീയ ചിന്തകളും അതിന്റെ സന്തതികളാണ്. നമ്മുടെ യൂണിയന്റെ വാർഷികാഘോഷം ആ സത്യത്തിന്റെ ഒരു പ്രകടനമായിരിക്കണം. മാധവൻ ഇങ്ങോട്ട് വരണം.